അസ്തമയം കഴിഞ്ഞാൽ ഉടനെ തന്നെ മഹാദേവന് നിവേദ്യമായി. ആ നിവേദ്യം കഴിഞ്ഞിട്ട് നിവേദ്യം മാത്രമേ ഭക്ഷിക്കാൻ പാടുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം വരെ മഹാദേവനെ ആരാധിക്കണം എന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് പ്രദോഷവ്രതം അനുഷ്ഠിക്കുന്നവരെ എന്ത് ചെയ്യണം? പ്രദോഷം ചിലപ്പോൾ ദ്വാദശി കൂടി ചേർന്നിട്ട് വരും. അപ്പോൾ ദ്വാദശിയുടെ കൂടി ചേർന്ന് പ്രദോഷത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ അന്ന് രാവിലെയും അവരൊന്നും കഴിക്കില്ല. അപ്പോൾ രാവിലെ ശിവക്ഷേത്രത്തിൽ പോയിട്ട് നേരെ ശിവനാമങ്ങൾ ജപിച്ചിരിക്കണം. പ്രദോഷത്തിന് അങ്ങനെയാണ്. പ്രദോഷത്തിന് നേരെ ശിവനാമങ്ങൾ ജപിക്കണം. പ്രദോഷത്തിൻ്റെ അഭിഷേകം കഴിഞ്ഞ് ധാര കഴിഞ്ഞിട്ട് ആ മഹാദേവൻ്റെ നിവേദ്യമാണ് ആദ്യം കഴിക്കേണ്ടത്. അപ്പോൾ ആ സമയം മുഴുവൻ തന്നെ നമഃശിവായ ജപിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രദോഷം അതേപോലെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രദോഷം രാവിലെ മുതൽ തുടങ്ങും, ചിലപ്പോൾ മധ്യാഹ്നത്തിൽ തുടങ്ങും. അപ്പോൾ പ്രദോഷം ആരംഭം മുതൽ നേരെ നമഃശിവായ ജപിച്ച് വെള്ളം പോലും കുടിക്കാതെ മഹാദേവന് അഭിഷേകം ചെയ്ത് മഹാദേവൻ്റെ ധാര കഴിഞ്ഞിട്ടുള്ള നിവേദ്യമാണ് കഴിക്കേണ്ടത്. അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ നേരെ ഒരു വർഷം അതിനടുപ്പിച്ച് പ്രദോഷം അനുഷ്ഠിക്കണം. കറുത്ത പ്രദോഷത്തിനാണ് പ്രാധാന്യം. പ്രദോഷം 2 പ്രദോഷമുണ്ട്. വെളുത്ത പക്ഷത്തിലും വരും, കറുത്ത പക്ഷത്തിലും വരും. രണ്ടും എടുക്കാം. അപ്പം അങ്ങനെ വരുമ്പം നേരെ കൂടുതൽ പ്രദോഷം വരും. കറുത്ത പക്ഷത്തിലാണ് പ്രധാനം. മഹാദേവൻ്റെ വ്രതങ്ങളൊക്കെ കറുത്ത പക്ഷത്തിലാണ് പ്രധാനം. അപ്പോൾ കറുത്ത പക്ഷത്തിലെ പ്രദോഷം എടുത്തു കഴിഞ്ഞാൽ, അങ്ങനെ സ്ഥിരമായിട്ട് എടുത്തു കഴിഞ്ഞാൽ, അപ്പോൾ പ്രദോഷ സമയത്ത് വൈകുന്നേരം മുതൽ രാവിലെ പ്രദോഷം ആരംഭിക്കുന്ന സമയം മുതൽ ആഹാരം കഴിക്കരുത്, ജലം കഴിക്കരുത്. നിരന്തരമായിട്ട് നാമം ജപിച്ച് പഞ്ചാക്ഷരം ജപിച്ചുകൊണ്ടിരിക്കണം. മഹാദേവൻ്റെ അഭിഷേകം കഴിഞ്ഞ് നിവേദ്യം കഴിഞ്ഞിട്ടാണ് നമ്മൾ നേരെ അത് ആ നിവേദ്യമാണ് ആദ്യം ഭക്ഷിക്കേണ്ടത്. അങ്ങനെയാണ് പ്രദോഷം എടുക്കുക. അപ്പം അങ്ങനെ പ്രദോഷം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സാധിക്കാതെ ഏത് കാര്യവും സാധിക്കും. അപ്പോൾ ഏത് ദരിദ്രനായാലും ശരി, ഒരു വർഷം പ്രദോഷം എടുത്തു കഴിഞ്ഞാൽ അവൻ ധനികനായിട്ട് തീരും, രാജാവിന് തുല്യനായിട്ട് തീരുന്നതാണ്. അപ്പോൾ മഹാദേവൻ സന്തോഷിക്കാനായിട്ട് ഏറ്റവും വലിയ വ്രതം പ്രദോഷ വ്രതമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ പ്രദോഷ വ്രതം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ എല്ലാ തരത്തിലുള്ളതായിരിക്കുന്ന ഐശ്വര്യം ഉണ്ടായിട്ട് വരും. അതേപോലെയുള്ളതായിരിക്കുന്ന വ്രതങ്ങളാണ് നേരെ തിങ്കളാഴ്ച വ്രതം. മഹാദേവന് പ്രധാനപ്പെട്ടതായിരിക്കുന്ന വ്രതം തിങ്കളാഴ്ച വ്രതങ്ങൾ അനുഷ്ഠിക്കും. അപ്പോൾ വ്രതാനുഷ്ഠാനങ്ങൾ അപ്രകാരമുണ്ട്. ഇങ്ങനെയുള്ളതായിരിക്കുന്ന പ്രധാനങ്ങൾ മഹാദേവ സംബന്ധിയായിരിക്കുന്ന വ്രതാനുഷ്ഠാനങ്ങൾ അത് നമുക്ക് പ്രത്യേകിച്ച് വ്രതാനുഷ്ഠാനങ്ങൾ മാത്രം അനുസ്മരിക്കാം. അപ്പോൾ നേരെ അവതാരങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെ യുദ്ധം കഴിഞ്ഞും അവതാരങ്ങളും കഴിഞ്ഞാൽ മഹാദേവൻ്റെ അവതാരം കഴിഞ്ഞാൽ പിന്നെ കോടിരുദ്ര സംഹിത എന്ന് പറയും. കോടിരുദ്രന്മാരെന്ന് പറഞ്ഞാൽ കാശിയിൽ തന്നെ കോടി ലിംഗങ്ങളുണ്ട്. അതാണ് കോടിരുദ്രന്മാർ എന്ന് പറയുന്നത്. കാശിയിൽ കോടി ശിവലിംഗങ്ങളുണ്ടെന്നാണ് സങ്കല്പം. അപ്പോൾ കാശിയിൽ ചുറ്റുപാടൊക്കെ തന്നെ ശിവലിംഗങ്ങളാണ്, കോടി ലിംഗങ്ങൾ എന്നാണ് പറയും. അപ്പോൾ ആ കഥകളും നമുക്ക് നാളെ വരുമ്പോൾ, നാളെ നമുക്ക് വൈകുന്നേരത്തിലാണ് നേരെ മഹാദേവനെ പ്രീതിക്ക് വേണ്ടി വിഷ്ണു ഭഗവാൻ ചൊല്ലിയ സഹസ്രനാമമുണ്ട്. നാളെ വൈകുന്നേരത്തെ പ്രധാന കാര്യം വിഷ്ണു ഭഗവാൻ ചൊല്ലിയതായിരിക്കുന്ന ആ സാക്ഷാത് സഹസ്രനാമ അർച്ചനയാണ്. അപ്പോൾ ആ സഹസ്രനാമം 1000 താമര ഇതൾ കൊണ്ടാണ് അർച്ചിക്കുക. 1000 താമരപ്പൂ കൊണ്ട് വിഷ്ണു ഭഗവാൻ ചെയ്തതായിരിക്കുന്ന സഹസ്രനാമമുണ്ട്. ആ സഹസ്രനാമം ചെയ്തുകൊണ്ടിരിക്കും മഹാദേവൻ പരീക്ഷിച്ചിട്ട് ഒരു താമരപ്പൂ മാറ്റി വെക്കുക. അപ്പോൾ ആ ഒരു താമരപ്പൂവിന് പോലും വിഷ്ണു ഭഗവാൻ തന്നെ കണ്ണെടുത്തു ചെയ്തു എന്നാണ് അത് പറയാം. അപ്പോൾ അത് ഏറ്റവും പ്രിയപ്പെട്ടതാണ് എന്നാണ് പറയുന്നത്. സർവാഭിഷ്ടങ്ങളും ലഭിക്കുന്നതാണ്. അങ്ങനെയാണ് വിഷ്ണു ഭഗവാൻ സുദർശന ചക്രം കിട്ടിയത് എന്നൊക്കെയാണ് കഥ. അത് നാളെയാണ് പറയാം. നാളെ വൈകുന്നേരം നമ്മൾ ആ ശിവസഹസ്രനാമം, അതായത് ശിവപുരാണത്തിലുള്ള സഹസ്രനാമം, ശിവപുരാണത്തിനകത്ത് ആ സഹസ്രനാമമുണ്ട്. അപ്പോൾ ശിവപുരാണത്തിലുള്ളതായിരുന്നു സഹസ്രനാമത്തിൻ്റെ അർച്ചനയാണ് നാളെ വൈകുന്നേരത്തെ പ്രധാന കാര്യം. ഉച്ചയ്ക്ക് നേരെ സാക്ഷാത് കഥകളിലൂടെ വരുന്ന സമയത്ത് മഹാദേവൻ്റെ ആ അർച്ചനകളാണ് വരിക. അപ്പോൾ നാളെ മധ്യാഹ്ന ഉച്ച സമയത്ത് മഹാദേവൻ്റെ പൂജയാണ് വരുന്നത്. മഹാദേവൻ്റെ നേരെ അഭിഷേകമില്ല നാളെ. അതിന് പകരം നാളെ ഉച്ചയ്ക്ക് മഹാദേവൻ്റെ പൂജയാണ്. അത് സാക്ഷാൽ ഭൈരവ സങ്കല്പത്തിലുള്ളതായിരിക്കുന്ന, അതായത് കോടിരുദ്ര സംഹിതയിൽ പറയുന്നതായിരിക്കുന്ന ആ മഹാദേവനെ പൂജിച്ചിട്ട് മഹാദേവൻ പ്രത്യക്ഷനാകുന്ന ഭാഗമാണ്. അപ്പോൾ ആ ഭാഗമാണ് നേരെ നാളെ പൂജ വരുന്നത്. നാളെ മധ്യാഹ്നത്തിൽ 12 മണിക്ക് മഹാദേവൻ്റെ പൂജയുണ്ട്. അപ്പോൾ ആ പൂജ നേരെ നമ്മുടെ എല്ലാവിധ ഐശ്വര്യങ്ങൾക്കും വേണ്ടിയുള്ളതായിരിക്കുന്ന പൂജയാണ്. അപ്പോൾ അത് സാധാരണ നാളെ രാവിലെ മുതലാണ് കോടിരുദ്രം ആരംഭിക്കുമ്പോൾ സോമനാഥം തുടങ്ങുന്നത്. അപ്പോൾ സോമനാഥം മുതലാണ് തുടങ്ങിയ. സോമനാഥൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവിധ ആരോഗ്യത്തിനും വേണ്ടിയിട്ടാണ് സോമനാഥ ക്ഷേത്രത്തിൽ ചന്ദ്രനെ ആരാധിച്ചിട്ടാണ്, ചന്ദ്രനാണ് ഉയർച്ചയുണ്ടായി. അപ്പം തന്നെ നമ്മൾ ഈ നാളെ അർച്ചനയാണ്. അതും കൂടുതൽ നേരെ
സാധിക്കുന്നത്ര വില്ലുപത്രം കൊണ്ടുള്ള വില്ലുപത്രം കൊണ്ടുള്ള അർച്ചനയാണ്. അത് കഴിഞ്ഞിട്ട് നേരെ വില്ലുഅഷ്ടകം ചൊല്ലിയിട്ടാണ് അർച്ചന ചെയ്യുക. അപ്പോൾ ഏകബില്ലും ശിവാർപ്പണമാണ്. അപ്പോൾ വില്ലുഅർപ്പണം 108 കൂടത്തിൻ്റെ കൂടുന്നതായിരുന്ന അർച്ചന നാളെ ഉച്ചയ്ക്ക് 12:30 മണിക്കുണ്ട്. അപ്പോൾ അത് നേരെ മൃത്യുഞ്ജയം ജപിച്ചിട്ടാണ്. അപ്പോൾ മൃത്യുഞ്ജയ അഷ്ടോത്തരം ജപിച്ചിട്ടാണ് നാളത്തെ ഉച്ചയ്ക്കുള്ള അർച്ചന. വൈകുന്നേരം നേരെ വിഷ്ണു ഭഗവാൻ ചൊല്ലിയതായിരിക്കുന്ന സഹസ്രനാമം, ആ സഹസ്രനാമം ജപിച്ചിട്ടാണ് നമ്മൾ വൈകുന്നേരം സമർപ്പിക്കുക. അതാണ് നാളത്തെ പരിപാടി. ഇന്ന് വൈകുന്നേരം നമ്മളിതെല്ലാം കഴിഞ്ഞാൽ നേരെ സമർപ്പണമായിട്ട് നേരെ മൃതസഞ്ജീവനി മന്ത്രം അത് വായിക്കും. പിന്നെ ഇന്ന് വൈകുന്നേരം മൃതസഞ്ജീവനി മന്ത്രം നമ്മുടെ ഗ്രന്ഥത്തിൽ 2 അധ്യായം കഴിഞ്ഞാൽ വരും. അത് വായിച്ചു പോയ ശേഷം അത് സമർപ്പിക്കുമ്പോൾ ഇന്നത്തെ 6 മണിക്ക് നമുക്ക് മൃതസഞ്ജീവനി മന്ത്രം ചൊല്ലിത്തരും. അത് ഏറ്റു പറയാം. അത് കഴിഞ്ഞിട്ടാണ് ദീപാരാധന. 6 മണിക്ക് മൃതസഞ്ജീവനി മന്ത്രത്തിൻ്റെ ജപം. മൃതസഞ്ജീവനി മന്ത്രം അതങ്ങനെ ദീർഘത്തിലുള്ളതായ മന്ത്രമാണ്. കാരണം വെച്ചാൽ അത് നേരെ ഹോമമന്ത്രമല്ല, നാമമന്ത്രമാണ്. ആ നാമമന്ത്രം ചൊല്ലി എല്ലാവരും ആ മൃതസഞ്ജീവനി മന്ത്രം ചൊല്ലി കഴിഞ്ഞാൽ നമ്മുടെ ആയുരാരോഗ്യ സൗഖ്യമുണ്ടാകും. അതാണ് പ്രത്യേകത എന്നുള്ളത് പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കും. അപ്പോൾ വൈകുന്നേരം 6 മണിക്ക് മൃതസഞ്ജീവനി മന്ത്രത്തിൻ്റെ ജപത്തോടു കൂടിയിട്ടാണ് ഇന്നത്തെ അഹസ് നമ്മൾ സമർപ്പിക്കുന്നത്. ഒരു 10 മിനിറ്റ് നേരം ചെറിയ ഇടവേള. അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ പാരായണത്തിൽ കുറച്ച് ഭാഗം കൂടി പാരായണം ചെയ്യാണ്ട് ആ പാരായണത്തിലേക്ക് നമ്മൾ തിരിച്ചെത്തും. നമ്മ പാർവതീ ഹര മഹാദേവ.